ഇപ്പൊ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. 7 വർഷം കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ സർക്കാർ മാറ്റും, ഒരു സംശയം വേണ്ട. ഇവിടെ വിഴിഞ്ഞത്തൊരാൾ, മുതലപ്പുഴയിൽ ഒരാൾ, നീണ്ടകരയിൽ ഒരാൾ, 3 പേരെ കാണാനില്ല. 3 പേരെ കാണാനില്ല. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 9 ദിവസമായി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. എവിടെയാണ് 9 ദിവസം ഇതുവരെ തെരച്ചിൽ നടത്തിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ? എവിടെയാണ്? ഒരു കാലത്തും ഇത്രമാത്രം ഒരു ഗവൺമെന്റ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, കുറെ ദിവസമായി 3 പേരെ കാണാതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം. ഇത്രയും ആളുകളെ കാണാതെ പോയിട്ട് ഇതുപോലെ തെരച്ചിൽ ഇന്നും തെരച്ചിൽ നടത്താണ്. അപ്പൊ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നു. അപ്പൊ കാണാതെ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്രയും പരമാവധി ദിവസം അവർക്ക് അന്വേഷിക്കും. ഇത്രയും ഒരു സംവിധാനം വെച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കടലിൽ കാണാതെ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടില്ല. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നു, കടലിൽ കാണാതാകുന്ന തൊഴിലാളികളുടെ മൃതദേഹം ലഭിച്ചിട്ടില്ല എങ്കിൽ 7 വർഷം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ കഴിയുള്ളൂ എന്നൊരു നിയമമുണ്ട്. ആ നിയമം ഞാൻ മാറ്റാൻ പോവുകയാണ്. ആദ്യമായി അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ. ബഹുമാന്യനായ മുഖ്യമന്ത്രി, താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ വസ്തുതകളായിരിക്കണം പറയേണ്ടത്. ഓഖി സമയത്ത് നഷ്ടപ്പെട്ട ഡെഡ് ബോഡി 102ഓളം പേരുടെ ഡെഡ് ബോഡി കിട്ടി. 33 തൊഴിലാളികളുടെ ഡെഡ് ബോഡി അന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 142 പേരാണ് ആകെ നമുക്ക് നഷ്ടപ്പെട്ട ആളുകൾ. അതിൽ 33 പേരുടെയും ആനുകൂല്യം കൊടുക്കുന്നതിന് 7 വർഷം എന്ന മാനദണ്ഡത്തെ റദ്ദ് ചെയ്ത് 22 ലക്ഷം വീതം മുഴുവൻ തൊഴിലാളികൾക്കും കൊടുത്ത ഗവൺമെന്റാണ് കഴിഞ്ഞ LDF ഗവൺമെന്റ്. താങ്കൾ ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ വസ്തുതകൾ മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കിയിട്ട് വേണ്ടേ പറയാൻ? അത് മനസ്സിലാക്കാതെ ഞാൻ ആദ്യമായി ഇത് മാറ്റം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ കുറച്ച് അനുയായികൾ കൈയടിക്കുക. അപ്പൊ വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങൊരു കലയാക്കി മാറ്റിയിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ആ സ്വഭാവം അങ്ങ് തിരുത്തണം. മറ്റൊന്നെന്താ, അങ്ങ് പറഞ്ഞു ആദ്യമായിട്ടാണ് ഡ്രോണും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തൊഴിലാളികളെ അന്വേഷിക്കുന്നതെന്ന്. നിങ്ങൾക്കറിയോ, ഓഖിയുടെ സമയത്ത് വെരി ബിഗിനിങ് അടുത്ത ദിവസം തന്നെ രാവിലെ തൊട്ട് എയർഫോഴ്സിന്റെ സംവിധാനം, ഹെലികോപ്റ്റർ, അതുപോലെ തന്നെ നേവി എല്ലാവരും സജീവമായി രംഗത്ത് വന്നു. കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി അത് പറ്റും. കാരണം സംസ്ഥാനത്തിന് നേവിയും എയർഫോഴ്സും ഒന്നും ഇല്ലല്ലോ. കേന്ദ്ര സഹായത്തോടു കൂടി അവരുടെ പിന്തുണയോടുകൂടി ഞങ്ങളന്ന് 100 കണക്കിന് തൊഴിലാളികളുടെ ജീവനാണ് രക്ഷിച്ചത്. എയർഫോഴ്സിന്റെ സെക്യൂരിറ്റി ഏരിയ തുറന്നു തന്നു ഗവൺമെന്റ്. സെക്യൂരിറ്റി ഏരിയയിലേക്കാണ് എല്ലാ ഹെലികോപ്റ്ററും വന്നത്. 100 കണക്കിന് തൊഴിലാളികളെ സംരക്ഷിക്കുകയും മരിച്ചുപോയ തൊഴിലാളികളുടെ ഡെഡ് ബോഡി തന്നെ വീണ്ടെടുക്കാൻ ഈ എയർഫോഴ്സും നേവിയുമാണ് സുസ്ഥിരമായ പ്രവർത്തനം നടത്തിയത്. അങ്ങനെ കണ്ടെത്തിയ നാടാണ് ഈ കേരളം. ഇന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇന്ന് 9 ദിവസവും 8 ദിവസവും ഒക്കെ കഴിയുമ്പോൾ ആ നഷ്ടപ്പെട്ട തൊഴിലാളികളുടെ ഭാര്യമാർ കടപ്പുറത്ത് വന്ന് സമരം ചെയ്യേണ്ടി വരിക, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മുന്നിൽ വന്ന് സമരം ചെയ്യേണ്ടി വരിക. ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി ഞങ്ങളിത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വസ്തുതയുടെ പിൻബലം വേണ്ടേ? ആ കുടുംബങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? നമ്മൾ ഇന്ന് ഓരോ തൊഴിലാളികളുടെയും മകൻ നഷ്ടപ്പെട്ട അമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ, അവരുടെ വേദന നാം കാണുകയാണ്. നിങ്ങൾ അന്വേഷിച്ചില്ല. മറ്റൊരു മന്ത്രി CP ജോൺ അവിടെ ചെന്ന് പറഞ്ഞു, നാളെ 5:30 അന്വേഷണം തുടങ്ങും. 10 മണി വരെ തൊഴിലാളി കാത്തു. ഒരു സ്കൂബ ഡൈവിംഗുകാരും വന്നില്ല. തൊഴിലാളികളാണ് നേരിട്ട് പോയത്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ കാര്യക്ഷമത എന്ന് പറയുന്നത് നമ്മൾ അനുദിനം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ചരിത്രത്തിലാദ്യമായി എന്ന നുണ പ്രചാരവേല നടത്തുന്നത്. നിർഭാഗ്യകരമാണ് അങ്ങ് ഇങ്ങനെ പറയുന്നത്. താങ്കൾക്ക് വസ്തുതാപരമായി കാര്യങ്ങൾ പറയാം, ജനങ്ങളോട് പറയേണ്ട തരത്തിൽ പറയാം. അതിന് പകരമായി ഈ തരം വസ്തുതകളെ മറച്ചുവെച്ച് നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം തൊഴിലാളികൾക്ക് ആനുകൂല്യം മാത്രമല്ല കൊടുത്തത്, വീടില്ലാത്തവർക്ക് വീട്, കുടുംബനാഥം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ ഭാര്യയ്ക്ക് ജോലി, മക്കളുടെ വിദ്യാഭ്യാസം, 2035 വരെയുള്ള വിദ്യാഭ്യാസം ഏറ്റെടുത്ത ഗവൺമെന്റാണത്. ഇപ്പോഴും അവർക്ക് ആനുകൂല്യം കൊടുക്കുകയാണ്. 13.5 കോടി രൂപ പ്രത്യേക അക്കൗണ്ടിൽ ട്രഷറിയിൽ നിക്ഷേപിച്ച് 2035 വരെ ആ കുട്ടികൾ, 6 മാസമായ കുട്ടികൾ, കൈക്കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത് വരെയുള്ള പണം നിക്ഷേപിച്ചൊരു ഗവൺമെന്റാണിത്. അത്തരത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് LDF ഗവൺമെന്റ് സമയത്ത് ദുരന്തമനുഭവിച്ച തൊഴിലാളികളെ ചേർത്ത് പിടിക്കാൻ, കരുതലോടെ അവരെ സംരക്ഷിക്കാൻ, അവരുടെ കുടുംബത്തെ നിലനിർത്താൻ നടപടി സ്വീകരിച്ചത്. ഇതൊന്നും അറിയാത്ത അങ്ങ് ചരിത്രത്തിൽ ആദ്യമായി
എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നി. അങ്ങ് വസ്തുതകൾ മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയാണ്, താങ്കൾക്ക് വസ്തുതാപരമായി പറയാനുള്ള ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതങ്ങ് നിറവേറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.